ഭാസ്കര കാരണവർ കൊലക്കേസിലെ പ്രതി ഷെറിൻ ശിക്ഷ ഇളവ് തേടി സർക്കാരിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രതിക്ക് 3 ജീവപര്യന്തം ശിക്ഷയാണ് കിട്ടിയത്. ഈ ശിക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചു. ഈ സാഹചര്യത്തിലാണ് 14 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ പ്രതി സർക്കാരിന് മുന്നിലേക്ക് ശിക്ഷ ഇളവിന് വേണ്ടി വന്നിരിക്കുന്നത്. ശിക്ഷ ഇളവ് പരിഗണിക്കുന്നതിന് വേണ്ടി ക്രിമിനൽ നിയമത്തിൽ വകുപ്പുകളുണ്ട്. ഈ വകുപ്പിന് കീഴിൽ ജയിൽ ഉപദേശക സമിതികളുണ്ട്. ഈ ഉപദേശക സമിതി മുമ്പാകെ വരുന്ന അപേക്ഷയാണ് സർക്കാരിന് മുന്നിലേക്ക് എത്തി സർക്കാർ അത് പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ മുന്നിലേക്ക് എത്തിക്കുന്നത്. ജയിൽ ഉപദേശക സമിതി എന്നാൽ സാമൂഹ്യനീതി വകുപ്പ്, പോലീസ് വകുപ്പ്, അതുപോലെ തന്നെ ജയിൽ സൂപ്രണ്ട് എന്നിവരുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് ഉപദേശക സമിതി റിപ്പോർട്ട് സർക്കാരിന് മുന്നിലേക്ക് അയക്കുക. ഇവിടെ പ്രതി ഷെറിന് ക്ലീൻ ചിട്ടാണ് 3 വകുപ്പുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുകയോ പരാമർശിക്കാതെ പോയ ചില സംഭവ വികാസങ്ങളുണ്ട്. ക്ലീൻ ചിട്ട് നൽകിയ പ്രതി ഷെറിൻ ആദ്യകാലം പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്നു. അവിടെ അന്തേവാസികളുടെയും ജയിൽ ജീവനക്കാരുടെയും പരാതിയെ തുടർന്നാണ് പ്രതി ഷെറിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. വിയ്യൂർ സെൻട്രൽ ജയിലിലും സമാനമായ സംഭവ വികാസങ്ങളുണ്ടായി. തുടർന്ന് പ്രതിയെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റി. ഈ പരാമർശങ്ങൾ ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും സർക്കാർ പ്രതിക്ക് ക്ലീൻ ചീറ്റ് നൽകിയെന്നത് പ്രതിക്കുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. സാധാരണഗതിയിൽ ലൈഫ് ഇംപ്രിസൺമെന്റിന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് 14 വർഷം പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമാണ് ഉപദേശക സമിതി മുമ്പാകെ ഒരു അപേക്ഷ നൽകുവാൻ കഴിയുന്നത്. ഇവിടെ പ്രതി ഷെറിനും അത്തരത്തിൽ 14 വർഷം പൂർത്തീകരിച്ചതിനു ശേഷമാണ് അപേക്ഷ നൽകിയത്. അപേക്ഷ ലഭിച്ചാൽ ഉപദേശക സമിതി 6 മാസത്തിന് ശേഷം വീണ്ടും കൂടുന്ന ഉപദേശക സമിതി മുമ്പാകെ ആ അപേക്ഷ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് സാധാരണഗതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ ഷെറിന് ഈ 6 മാസം കാത്തിരിക്കേണ്ടി വന്നില്ല. ഷെറിന്റെ അപേക്ഷ അന്നേ ദിവസം തന്നെ ഉപദേശക സമിതി സർക്കാരിലേക്ക് വീണ്ടും അയച്ചു. കേരളത്തിലെ ജയിലിനുള്ളിൽ 20-30 വർഷം പൂർത്തിയാക്കിയിട്ടും ഉപദേശക സമിതി പരിഗണിക്കാത്ത അപേക്ഷകളുണ്ട്. ഈ അപേക്ഷകൾക്കിടയിലാണ് സ്വാധീനം ഉപയോഗിച്ച് ഷെറിൻ തന്റെ അപേക്ഷ സർക്കാരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സർക്കാർ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രതി ഷെറിന്റെ അപേക്ഷ സ്വീകരിക്കുകയാണെങ്കിൽ കാലങ്ങളായി ജയിൽ ജീവിതം അനുഭവിക്കുന്ന പ്രതികളുടെ അപേക്ഷയ്ക്ക് യാതൊരു വിലയും കിട്ടാതെ പോകും. ഇപ്പോൾ സർക്കാർ പ്രതി ഷെറിന്റെ അപേക്ഷ പരിഗണിച്ച് ശിക്ഷ ഇളവ് നൽകുകയാണെങ്കിൽ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ശിക്ഷ ഇളവ് ലഭിച്ചത് എന്നത് വ്യക്തം.